5 വർഷത്തോളമായിട്ട് എൻ്റെ അടുത്ത് പാട്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിൽ എൻ്റെ വീട്ടിലാണ്. ഡാൻസ് കളിക്കോള് കോളേജിന് അഭിമാന നിമിഷമാണ്. എൻ്റെ ലോകം തന്നെയാണ് ഈ ചിന്മയ മിഷൻ കോളേജ്. Thank you. Vaiga has reached the finals of the program. നമസ്കാരം. മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അമ്മ മകൾ ബന്ധത്തിൻ്റെ അടുപ്പവും ആഴവും പ്രമേയമാക്കി അമൃത ടെലിവിഷൻ ഒരുക്കിയ സൂപ്പർ അമ്മയും മകളും ഷോയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 12 മത്സരാർത്ഥികളിൽ നിന്നും പല റൗണ്ടുകൾക്ക് ശേഷം ഇതാ 5 സൂപ്പർ അമ്മമാരെയും മക്കളെയും ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഇവരുടെ വിശേഷങ്ങളും ഗ്രാൻഡ് ഫിനാലെ തയ്യാറെടുപ്പുകളും കാണാം. വരും. തെയ്യവും തിരയും കളരിയും ആവേശമുണർത്തുന്ന കണ്ണൂരിൽ നിന്നും നമ്മുടെ സ്വന്തം സൂപ്പർ അമ്മയും മകളുടെ ഷോയിൽ വേഷഭാവ പകർച്ചകൾ കൊണ്ട് വിസ്മയിപ്പിച്ച സന്ധ്യ വൈഗ. ഇവരുടെ ഫിനാലെ തയ്യാറെടുപ്പുകളും വിശേഷങ്ങളും കണ്ടാലോ? Let's welcome Sandhya Nambyar and Vaiga Nambyar. എനിക്കെന്നല്ല ലോകത്തിലെ ഒരമ്മക്കും അവരുടെ മക്കളെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും വലിയൊരു വേദി, ഇത്ര വലിയൊരു ഷോ. സന്ധ്യയുടെ മനസ്സിൽ ചെറിയൊരു ലെട്ട് പൊട്ടിയതായിട്ട് ഞാൻ ഇവിടെ കാണുന്നു. ഡാൻസിനുള്ള ഉമ്മയാണ് കേട്ടോ, ഡാൻസിനുള്ള ഉമ്മയല്ല. കണ്ണാടി മൂടി വെച്ചത്. Delayed justice is denied justice ആണ്. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് വേണ്ടി എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഐ എം എ സിംഗിൾ പാരന്റ്. I have to say thank you and I love you so much. യഥാർത്ഥ സ്ഥലത്ത് എത്തിയപ്പോൾ ഇലക്ട്രിക്കൽ സ്പാർക്ക് അതാണ് പൈസ 2000 അല്ലെ എടുത്തോണ്ട് പോ. സൂപ്പർ അമ്മയും മകളും മായതീത സ്വരൂപിണി അംബ തീർത്ഥ സ്വരൂപിണി അംബ മായതീത സ്വരൂപിണി ഇത് എൻ്റെ മ്യൂസിക് സാറാണ്, രാജീവ് സർ. നമ്മൾ സൂപ്പർ അമ്മയും മകളുടെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്, ടോപ്പ് 5. അപ്പോൾ സാറിന് എന്നെക്കുറിച്ച് എന്താ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? വൈഗ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. 5 വർഷത്തോളമായിട്ട് എൻ്റെ അടുത്ത് പാട്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ അമൃത ടി.വിയുടെ സൂപ്പർ അമ്മയും മകളും എന്ന പരിപാടിയിൽ നിങ്ങൾ ഫൈനലിൽ എത്തിയതറിഞ്ഞു വലിയ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ നിങ്ങൾ തന്നെ വിജയികളാവാനായിട്ട് ആശംസ. സാറിൻ്റെ അനുഗ്രഹം വേണം. എല്ലാ അനുഗ്രഹമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിൽ എൻ്റെ വീട്ടിലാണ്. കണ്ണൂർ മുണ്ടയാട് ആണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് അമ്മ. അമ്മയെ നിങ്ങൾ ചില എപ്പിസോഡ്സൊക്കെ കണ്ടു കാണും. പിന്നെ ഇത് ഏട്ടൻ്റെ ഭാര്യ, ഇത് വാവ. പിന്നെ 2 ബ്രദേഴ്സാണ് എനിക്കുള്ളത്. 2 ബ്രദേഴ്സും മിസ് ചെയ്ത് ഈ ഒരു സമയത്ത് ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫൈനൽസിലെത്തി ഞങ്ങളിപ്പോൾ, ടോപ്പ് 5-ലെത്തി. അപ്പോൾ 5 നമ്മൾ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ 1 കൊല്ലമായി ഈ ഒരു ജേണി. സ്റ്റാർട്ടിങ് ഒഡീഷന് പോയ സമയത്ത് ഒരു ഹോപ്പും ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അമ്മക്ക് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഫിനാലയിൽ എത്തും വെച്ചിട്ട്. ഒരിക്കലില്ല. ഈ ഒരു ഏജിൽ ഞാനൊരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷേ
ഇപ്പം അത് അമ്മ പറഞ്ഞത് സത്യമാണ്. വന്ന സമയത്ത് അഭിനയിക്കാനെ പഠിച്ചത് കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നു അമ്മ ഏറ്റവും കൂടുതൽ ഷോക്കായിട്ട് ഞാൻ ആ ഫ്ലോറിൽ ഞാൻ ഒരു ആസിഡ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ടിങ്. ഞാൻ ജീവിതത്തിൽ ആക്ടിങ്ങും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഡാൻസ് കളിക്കുള്ളൂ അതൊക്കെ, പക്ഷെ അഭിനയത്തിനും പിന്നെ മറ്റേ പിന്നെ സ്മാർട്ടായിട്ട് വന്നത്. ഇപ്പൊ ഞാൻ പറയാം, അമൃത ക്രൂ ഇല്ലെങ്കിൽ അമൃത ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഷോന് ഡയറക്ടർ, കാരണം ഓരോ ഷെഡ്യൂളിൽ ഓരോ ടാസ്ക് നമ്മളെ കൊണ്ട് മാക്സിമം എല്ലാ ടൈം. അപ്പൊ അതൊരു ഫുൾ ഞാൻ ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഞാൻ വെറും ഒരു ഡാൻസറായിട്ട് വന്ന ഫ്ലോറിൽ അവിടെ ഇപ്പൊ ഡാൻസറായി ആക്ട് ചെയ്തു, പിന്നെ കോമഡി ചെയ്തു, പിന്നെ ഒരു സിറ്റിസൺ ജേർണലിസ്റ്റും ചെയ്തു, പിന്നെ ഒരു ഔട്ട്ഡോർ മീൻകാരിയായി, പിന്നെ ഒരു കഥ പറയല്. അപ്പം കുറേ ഞങ്ങൾക്ക് അപ്പം ഒരു മനുഷ്യന് ഇത്രയും എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്കൊരു അല്ലെങ്കിൽ ഉള്ളിലുള്ള കഴിവ് പുറത്തു കൊണ്ടുവന്നത് അമൃത ടീം എൻ്റെ ഷോ ഡയറക്ടറാണ്. അപ്പോൾ ഫുൾ ടീമിന് ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക് യു പറയുന്നു. അമ്മ എൻ്റെ പ്രായത്തിലായ സമയത്ത് അമ്മ എങ്ങനെയായിരുന്നു? രാവിലെയൊക്കെ എണീച്ച് പഠിക്കുമോ? ഓ, പഠിക്കാൻ പറയേ വേണ്ട. പുസ്തകം ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ മറക്കിയിട്ട് ഇങ്ങനെ പഠിക്കും. ഞാൻ പഠിക്കുന്നതിന് എനിക്ക് സാധാരണ ആരും കാണാൻ പാടില്ല ഓള് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കും. അപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ നല്ലോണം പഠിപ്പ്, ഡാൻസ്. ഞാൻ ചോദിക്കട്ടെ, അതാ എനിക്കുള്ള ഞങ്ങളെ കുറെ ഷോസ് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് പറയാം? വേറെ അമ്മയും മോളുമായിട്ട് ഒരു അമ്മയും മോളെ തന്നെ ഉള്ളത് അത് കണ്ടിട്ട് വല്ലാതെ ഫീൽ ആയിപ്പോയി. ഞാൻ ഇരുന്ന് കരഞ്ഞു പോയി. ഇത് നമ്മൾ രണ്ടുപേരുടെ ഫോട്ടോ. ഇത് ഞാനും അമ്മയും. ഓർമ്മകളില്ലാതെ ജീവിക്കുക, അതും ജീവിക്കുകയാണെന്നറിയാതെ കഴിഞ്ഞുകൂടുക, ഈ അവസ്ഥയാണ് അൽഷിമേഴ്സ്. It was like looking into a mirror. ഞാൻ എന്നെ നോക്കിയത്. ഇനി ഞങ്ങൾക്ക് ഇനി ഫിനാലയിലൊക്കെ പ്രിപ്പറേഷൻ ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ റൗണ്ട്സ് ആണെന്നുള്ളത് നമ്മളിങ്ങനെ അതിന്റെ പ്രാക്ടീസ് സെഷൻ നടക്കുന്നതാണ്. നോക്കാം എന്താണെന്നുള്ളത്. കണ്ടേനടി തോഴി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി. മുതൽ മൊഴി വരെ മുഴുവതും കവിതകളകമേത് പുറമേത് പുരിന്നത് പോലെ കനാ കണ്ടേനടി, കനാ കണ്ടേനടി. മുതലടി വരെ മുഴുവതും ഇനിമകൾ സുഖയത് സുഖമേത് അറിഞ്ഞത് പോലെ കനാ കണ്ടേനടി തോഴി, കനാ കണ്ടേനടി. We'll see how to find the area of the triangle. Ma'am, may I come in? Get in. Children, as you all know, Vaiga has reached the finals of the program. She has really worked hard for this. So let us all wish her the very best for the program. സോ ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ സുനിത മാം. മാമിൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. സോ മാം ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ പ്രൊമോസും എപ്പിസോഡ്സൊക്കെ ഭയങ്കര ഷെയർ ചെയ്യാറുണ്ട്. സോ മാമിൻ്റെ ബ്ലെസ്സിങ്സ് വേണം. God bless you. താങ്ക് യു മാം. Do well. ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ സർ. സോ സാറ് ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം നമ്മൾ എപ്പിസോഡ്സൊക്കെ വരുമ്പം സാറ് ചിന്മയ പേജിലും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാറുണ്ട്. സോ നമ്മളിപ്പം സൂപ്പർ അമ്മയും മകളുടെ ഗ്രാൻഡ് ഫിനാലിലെത്തി സർ, ടോപ്പ് 5. സോ സാർ എന്താ പറയാനുള്ളത്? അമൃത ടിവിയുടെ സൂപ്പർ അമ്മയും മകളും എന്ന പ്രോഗ്രാമിൽ ചിന്മയ വിദ്യാലയയിലെ വൈഗ നമ്പ്യാരും അമ്മ സന്ധ്യയും ഗ്രാൻഡ് ഫിനാലയിൽ എത്തി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
ഈ കുട്ടിയും കുട്ടിയുടെ അമ്മയും ഇതിൻ്റെ സൂപ്പർ വിന്നറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മോള് നന്നായി പെർഫോം ചെയ്യുക, ജീവിതത്തിൽ ഉന്നതങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും പോകാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സൂപ്പർ അമ്മയും മകളും. ഒന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന 3 ലക്ഷം രൂപ സമ്മാനം. ഗേൾസ്, ഇന്ന് ഞാൻ സബ്ജക്റ്റ് ക്ലാസ് എടുക്കുന്നില്ല. ഹാപ്പി? ക്ലാസ് വേണോ? ഞങ്ങൾക്ക് ഇന്നൊരു ഇൻട്രാക്ഷൻ സെഷൻ വെക്കാം. ഇൻട്രാക്ഷൻ സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ സൂപ്പർ അമ്മയും മകളുടെ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്, സൂപ്പർ ടോപ്പ് 5. അപ്പോൾ അതിൻ്റെ ബേസ് ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രാക്ഷൻ സെഷൻ വെക്കാം. നിങ്ങൾക്ക് എന്നെക്കുറിച്ചിട്ട് എന്താണ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്നെക്കുറിച്ചിട്ട് അറിയാനുള്ളത്, എന്തുകൊണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ? എന്നെ കുഴക്കരുതേ. ആരാ ചോദിക്കാൻ പോകുന്നത്? ഞാൻ ചോദിക്കാം. ഓക്കെ. നമ്മളിപ്പോൾ എക്സാം ഹാളിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ മിസ്സിൻ്റെ ഈ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം എലിമിനേഷൻ റൗണ്ടിൽ എത്തുമ്പോൾ മിസ്സിൻ്റെ ഫീലിങ്സ് എങ്ങനെയാണ്? അടിപൊളി, നല്ല ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ വന്നത് ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് ടെൻഷൻ ഡെഫിനറ്റ്ലി. എനിക്കൊക്കെ എക്സാം ഹാൾ ടപ്പ് അല്ലേ, ഭയങ്കര ഹാർട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു എലിമിനേഷൻ പെർഫോമൻസ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എലിമിനേഷൻ റൗണ്ട് ഏറ്റവും നിങ്ങൾക്ക് അറിയണം, അവിടെ ഏറ്റവും വലിയൊരു ടെൻഷൻ എടുക്കുന്ന സംഭവം എന്താണെന്നറിയാം. ഇവിടെ നമ്മളവിടെ നിൽക്കുമല്ലോ, അവിടെ നിന്നിട്ടാകുമ്പോൾ ഇവരൊരു BGM ഇടാനോ ഡും ഡും അത് ആ സൗണ്ടിനെക്കാട്ടി മാക്സിമം നമ്മൾ ഹാർട്ട് ബീറ്റ്സ് കൂട്ടും. അത് ഭയങ്കര ഫീലിംഗ് ആണ്. അപ്പോൾ അതിന് ചില സമയത്ത് ഓരോ ആൾക്കാർ എലിമിനേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് BGM ഇടും, അതായത് ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട്. പക്ഷേ ആ ഒരു സ്റ്റേജിൽ നിൽക്കുവാണെങ്കിലും ചില സമയത്ത് ഞാൻ ബോൾഡായിട്ട് നിൽക്കും കേട്ടോ. കാരണം എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഞാൻ എൻ്റെ ഹാർഡ് വർക്കിൽ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട്. കാരണം അത്രയ്ക്ക് ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇനി എനിക്കറിയില്ല നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന്. എനിക്ക് തോന്നുന്നു എക്സാം ഹാളിൽ നിൽക്കുന്നതിനെക്കാട്ടി ഉപരി ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ടാവുക ആ ഒരു റൗണ്ടിൽ, നമ്മൾ ആ എലിമിനേഷൻ റൗണ്ടിൽ നിൽക്കുന്ന സമയത്താണ്. പക്ഷെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ലാസ്റ്റ് എലിമിനേഷൻ ബിഫോർ ഫൈനൽസ് ആണ്. We all know ma'am ഇപ്പോൾ ടോപ്പ് 5 എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഫ്രം us to you. മാം, അപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് മാം ഈ ഒരു ലെവലിൽ എത്തിയത്, ഇപ്പോൾ ഫൈനലിൽ എത്തി. അപ്പോൾ മാമിൻ്റെ എക്സ്പീരിയൻസ്, ആ ഇത്രയും ഒരു ക്യാരക്ടേഴ്സ് എത്രത്തോളം കോൺഫിഡൻസ് ലെവലിലാണ് മാം അത് അറ്റൻഡ് ചെയ്ത്? എനിക്ക് തോന്നുന്നു ഞാൻ വെറും ഡാൻസർ കേട്ടോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഇപ്പം ലെക്ചർഷിപ്പാണ് എൻ്റെ അത് മെയിൻ, അതേ ബാലൻസ് ചെയ്തിട്ടുള്ള ഡാൻസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വെറും ഒരു ഡാൻസറായിരുന്നു ആ ഫീൽ. ഞാൻ വെച്ചു ഇത് അമ്മയും മകൾ നമുക്ക് മോളും ഡാൻസ് ചെയ്യും, വൈകിട്ട് ഡാൻസ് ചെയ്ത് നമുക്ക് തകർക്കാം എന്നുള്ള രീതിയിൽ അവിടെ പോയി ഫസ്റ്റ് റൗണ്ട് ഡാൻസ് നമ്മളെ സ്ട്രെങ്ത് റൗണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സേഫായി, കംഫർട്ടാണ് നമ്മളെ സ്ട്രെങ്ത്. പിന്നെ വന്നത് ഒരു ആക്ടിങ് റൗണ്ടാണ്, സ്കിറ്റ്. ഈശ്വര, ഞാൻ ആകെ എനിക്ക് അറിയാത്തൊരു സംഭവമാണ് ആക്ടിങ്. അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡാൻസറിന് നെക്സ്റ്റ് ലെവലിൽ വന്നത് ആക്ടിങ് ആണ്. പിന്നെ ഞാൻ ചെയ്തത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ. നിങ്ങൾ കണ്ടു, നിങ്ങൾ തന്നെ എനിക്കൊന്ന് ദിയൊക്കെയാണ് മിസ്സിൻ്റെ സ്റ്റൈൽ. ഏതാ സ്റ്റൈൽ എന്ന് ഓർമ്മ പറഞ്ഞിരുന്നു? റെട്രോ അല്ലേ, മുടിയൊക്കെ വെച്ചിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് ഒരു അൽഷിമേഴ്സിൻ്റെ ഒരു ഡാൻസ് ഡ്രാമ. അത് ഭയങ്കര കുറേ ആൾക്കാർ അതിന് സെൻറ്റിമെൻ്റലായിട്ട് ഭയങ്കര വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞത് അല്ലേ, ഏത് ഫിഷ് മാർക്കറ്റിൽ സെല് ചെയ്യുന്നത്, ആ ഒരു ടോപ്പിക്കിൻ്റെ ഇതിലെങ്കിൽ ആ ഒരു ഓർമ്മയുണ്ട് എനിക്ക്. HRF എടുക്കും എല്ലാവരും എന്താ വാട്ട് ഇസ് ദ ടെക്നിക് നെയിം പറഞ്ഞിട്ട് അയ്യോ, ഇവിടെ തറവാട എന്തോന്നു ഷൂട്ടും ഇവിടെ തറവാട വിനിയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ പൈസ എടുത്ത് 2000 അല്ലേ എടുത്തോണ്ട് പോ. ഇതെൻ്റെ സ്റ്റാഫ് റൂമാണ്. ഇവിടെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും ഉണ്ട്, പ്ലസ് ഇപ്പം ഞാൻ ഇവരുടെ കൊളീഗ്സുമാണ്. ഫസ്റ്റത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് മിസ്സസ് മായ ശ്രീധർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഹെഡാണ്. മിസ്സ് കാണുന്നുണ്ട് അവൻ്റെ ഷോസൊക്കെ. അപ്പം എന്നെക്കുറിച്ചിട്ടുള്ളൊരു ഒപ്പീനിയൻ മിസ് ഒന്ന് പ്രേക്ഷകർക്ക് പറയാൻ പറ്റുമോ? ഒരു കോമേഴ്സ് അധ്യാപിക എന്നതിലുപരി നൃത്തത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു അതുല്യ പ്രതിഭയാണ്
നമ്മുടെ പ്രിയങ്കരിയായ പൂർവ്വ വിദ്യാർത്ഥിനിയും ഇപ്പോൾ നമ്മുടെ സഹപ്രവർത്തകയുമായ ശ്രീമതി സന്ധ്യ നമ്പ്യാർ. സന്ധ്യയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങൾ ഒരു വിദ്യാർത്ഥിനിയിൽ നിന്നും പിന്നീട് അധ്യാപികയായിട്ടും ഇതിനൊക്കെ ഈ കോളേജ് ഞങ്ങളെല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സൂപ്പർ അമ്മയും മകളും എന്ന പരിപാടിയിൽ ഫൈനലിൽ എത്തി നിൽക്കുന്ന സന്ധ്യയ്ക്ക് ഞങ്ങൾ എല്ലാ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത് എൻ്റെ ലോകം തന്നെയാണ് ഈ ചിന്മയ മിഷൻ കോളേജ്. കാരണം ഇവിടെ ഞാൻ എൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്, ഇവിടെ ഇതൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ്, കൊളീഗ്സ് ഉണ്ട്, പുതിയ ജോയിൻ ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ എനിക്കൊരു ഇഷ്യൂ വന്ന സമയത്ത് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഇവരൊക്കെ. ഇപ്പോൾ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാക്സിമം ഹെറാസ് ചെയ്യുക. പക്ഷേ ഇവർ എന്നെ സന്ധ്യ, അത് ഞങ്ങളുടെ കർത്തവ്യമാണ്, അങ്ങനെ വിചാരിക്കുക. തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ സഹപ്രവർത്തകരായിട്ട് ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ടും എന്നും നമ്മൾ ഓർമ്മയിൽ വയ്ക്കുന്നതും നമ്മളോട് അത്രയും ഗുരുത്വത്തോടു കൂടി ഇപ്പോഴും ഇടപെടുന്ന ഒരു വിദ്യാർത്ഥിനിയും സഹപ്രവർത്തകയും എന്ന നിലയിൽ എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നമ്മൾ നേരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. കൂടുതൽ എന്നെക്കുറിച്ച് അറിയാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാം. ഞാൻ ബബിതനോട് ചോദിക്കുന്ന, നീ എൻ്റെ എപ്പിസോഡ്സ് ഒക്കെ കാണാറുണ്ടോ? ശരിക്കും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് റെട്രോ ഡാൻസ്. ഞാൻ അതിനകത്ത് നിന്റെ ഡിഗ്രിക്ക് നീ സ്റ്റേജ് മേൽ എങ്ങനെയാണോ പെർഫോം ചെയ്യല് ആ ഒരു സ്റ്റൈലാണ്. എന്നോട് ആട് ഇത് നിജം ഇളമ ജയിക്കും സകിടജം സകിട സഹജം ഇളയവൻ കനവ് ഫലിക്കും സകിടജം സകിട സഹജം ദിശകളിട്ട് മുറസ് കൊട്ടും വെற்றி തിലകം. ഇപ്പം ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. എല്ലാവരും ബ്ലെസ്സിങ്സും എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. ഹാർട്ടി ബെസ്റ്റ് വിഷസ് ഫോർ സന്ധ്യ ടു ബിക്കം ദ ഫൈനൽ വിന്നർ ഇൻ ദ സൂപ്പർ അമ്മയും മകളും പ്രോഗ്രാം. ബെസ്റ്റ് വിഷസ് ഫ്രം all of us. All the best. ഞങ്ങൾ ചിന്മയ മിഷൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സാണ്. എന്നോട് ഡാൻസ് ഫീൽഡ് ആയിക്കോട്ടെ, എൻ്റെ അക്കാഡമിക്സിൽ പഠിപ്പിക്കുന്നതിലായിക്കോട്ടെ എല്ലാത്തിനും സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അത് ഒന്ന് പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ഒരു ഡാൻസർ, ഒരു ഡാൻസ് ടീച്ചർ എന്ന് കൂടി വേണമെങ്കിൽ പറയാം. രണ്ടും കൂടി ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു ചിന്മയ മിഷൻ്റെ ഒരു അഭിമാനമായി ആണ് സന്ധ്യ. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അവർ തീർച്ചയായിട്ടും ഈ അമൃത TV-യിലെ അമ്മയും മകളും എന്നുള്ള പരിപാടിയിൽ വിജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇത് എൻ്റെ പ്രിൻസിപ്പൽ മിസ്സസ് ഗീത മനോഹരൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സ് ഹെഡാണ്, ഞങ്ങൾ പ്രിൻസിപ്പൾ കൂടിയാണ്. എന്നെ പഠിപ്പിച്ച മിസ്സും കൂടിയാണ്. അപ്പോൾ ഞാൻ മിസ്സിനോട് ചോദിക്കുന്നത്, ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം ഇല്ലെങ്കിൽ എന്നാണ് മിസ്സിന് അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്നാണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? ഇത് ചിന്മയ മിഷൻ കോളേജിന് അഭിമാന നിമിഷമാണ്. സന്ധ്യ നമ്മളെ ഒരു സ്റ്റുഡൻറ്റ് മാത്രമല്ല, നമ്മളെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ടും നമ്മളോടുകൂടി തന്നെ ഒട്ടി നിൽക്കുന്ന ഒരു കുട്ടിയേനും പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഫൈൻ ആർട്സ് സെക്രട്ടറി സന്ധ്യയാണ്. അന്ന് ഇവിടെയുള്ള എല്ലാ ഡാൻസ് പ്രോഗ്രാംസും കോർഡിനേറ്റ് ചെയ്യുന്നതും, ഇനി ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, സന്ധ്യേൻ്റെ ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കാണാൻ നമുക്കുള്ള താല്പര്യം ഒന്ന് വേറെ തന്നെയാണ്. ഇന്നിപ്പോൾ ഈ അമൃത ഫ്ലോറിൽ സൂപ്പർ അമ്മയും മകളും എന്ന പ്രോഗ്രാമിൽ ടോപ്പ് 5 കണ്ടസ്റ്റൻറ്റിൽ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയി എന്നറിഞ്ഞു. അതിൽ വലിയൊരു സന്തോഷം. ഇനി അതിൻ്റെ ടൈറ്റിൽ വിന്നറും കൂടി ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ആശംസിക്കുന്നത്. താങ്ക് യു മിസ്, താങ്ക് യു. സൂപ്പർ അമ്മയും മകളും. രണ്ടാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം. മൂന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് കൃഷ്ണ തുളസി കഫ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപ സമ്മാനം.
സന്ധ്യ ആൻഡ് വൈഗയുടെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. നമ്മുടെ സൂപ്പർ അമ്മയും മകളും ഷോയിൽ ഒരുപാട് അടിപൊളി പെർഫോമൻസസ് കാഴ്ചവെച്ചിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് ആണ് ഇവർ. വിഷിംഗ് ദം എ വെരി ഓൾ ദ ബെസ്റ്റ്.